7 ദിവസം നീണ്ടുകിടക്കുന്ന ശ്രീ മഹാഭാഗവതം. അത് സപ്താഹം. സപ്തം എന്ന് പറഞ്ഞാൽ 7. അഹം അഹസ്സാണ്. അഹസ് പകലോൻ അഹസിന്റെ പ്രതീകമാണ്. അക്കമൂർത്തി അഹസിന്റെ പ്രതീകമാണ്. മാർത്താണ്ഡൻ എന്നും രവി എന്നും ഭാസ്കരൻ എന്നും ദിനകരൻ എന്നും ദിവാകരൻ എന്നും അതുപോലെ പങ്കജ ബാന്ധവൻ എന്നുമൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ അക്കമൂർത്തിയാകുന്ന പകലോൻ സൂര്യൻ, അതിൽ നിന്നാണ് അഹസ് വരുന്നത്. അഹസ് പകലാണ്. അതുകൊണ്ട് സപ്താഹം 7 പകലുകളിൽ സൂര്യാസ്തമനത്തിന്റെ ശേഷവുമല്ല, സൂര്യോദയത്തിന്റെ മുമ്പുമല്ല, പകൽ സമയങ്ങളിൽ അങ്ങനെ സപ്താഹം 7 പകലുകളിൽ ജാഗ്രതയോടുകൂടെ മന്ത്രോച്ചാരണങ്ങൾ നടത്തുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു പരിശുദ്ധി എൻ്റെ പ്രിയപ്പെട്ട സഹോദര മതസ്ഥർ ഇവിടെ വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസത്തിന്റെ ഒരു അസ്ഥിത്തറയുണ്ട്. അത് മോക്ഷമാണ്. അത് ആധ്യാത്മികതയുടെ ഉന്നതമായ പർവ്വങ്ങളിലേക്ക് നമ്മൾ വഴി നടത്തപ്പെടലാണ്. അല്ലെങ്കിലും എല്ലാത്തിൻ്റെയും വിജയം ആത്മീയതയിലാണല്ലോ കുടികൊള്ളുന്നത്. നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് അനധിവിദൂരമായ ഭാവിയിൽ വിട പറഞ്ഞു പോകേണ്ട ആളുകളാണ്. അങ്ങനെയാണ്. ആരറിയും നിയതി തൻ ത്രാസു പൊങ്ങുന്നതും താനേ താണുപോകുന്നതും. നിയതി, നിയതി എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ വിധി എന്നാണ് അർത്ഥം. വിധി, വിധിയുടെ തുലാസ്, ത്രാസ്, അതിന്റെ തട്ട് എനിക്കും നിങ്ങൾക്കും അനുകൂലമാണ് എന്നാര് കണ്ടു, പ്രതികൂലമാണ് എന്നാര് കണ്ടു. ഇതിനാണ് വിധാതാവ് എന്ന് പറയുന്നത്. വിധിയുടെ വിധാതാവ് പടച്ചോൻ എന്ന് പറയുന്നതും ഈശ്വരൻ എന്ന് പറയുന്നതും ദൈവം എന്ന് പറയുന്നതും ഒക്കെ ആയിരിക്കുന്ന ഒരു പരമമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ വിശ്വസിക്കുമ്പോഴാണ് ത്വമേകം വരണ്യം ത്വമേകം ശരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം. കോയിവിള അയ്യങ്കോ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ 31ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ശ്രേഷ്ഠവും സുന്ദരവും അദ്വിതീയവും അനിർവചനീയവും അതുല്യവും മനോഹാരിയത തുളുമ്പി നിൽക്കുന്നതുമായ ഈ മഞ്ജുളമായ സദസ്സാണ് സാക്ഷി. ഇന്നിന്റെ സായാഹ്നം ധന്യതയാർന്ന ഒരു സായാഹ്നമാണ്. ഈ ക്ഷേത്രമുറ്റത്ത് വിനീതനായി ഞാൻ വന്ന് സമാഗതനാകുമ്പോൾ എൻ്റെ മുമ്പിൽ ആസനസ്ഥരായവരും പാർശ്വഭാഗങ്ങളിൽ സമാഗതരായവരും ഒക്കെയായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ കാണുമ്പോൾ, ഈ മാതാപിതാക്കളെ കാണുമ്പോൾ, ഈ അഗ്രജന്മാരെയും കനിഷ്ഠന്മാരെയും കാണുമ്പോൾ മതേതര ഭാരതത്തിൻ്റെ പൂത്തുല്ലസിച്ച ഒരു സൗഹൃദത്തിൻ്റെ ആത്മപരിവേഷത്തിന്റെ പരിശുദ്ധി ഇവിടെ അത്രമേൽ സ്പഷ്ടവും പ്രകടവുമാണ്. നമ്മൾ അങ്ങനെ ജാഗ്രതയോടുകൂടെ ജീവിച്ച് ശീലിച്ച ആളുകളാണ്. കൊണ്ടും കൊടുത്തും സ്നേഹമസൃണമായ ഒരു പുലരിയെ ആശ്ലേഷം നടത്തുകയും അങ്ങനെയുള്ള ഒരു സായന്തനത്തെ പോവാൻ അനുവദിക്കുകയും അടുത്ത പ്രഭാതത്തെ കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഈ സ്നേഹത്തിന്റെ ജാഗ്രത, അതാണ് കരുതൽ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. സ്വാമി വിവേകാനന്ദന്റെ ഒരു പ്രസ്താവനയുണ്ടല്ലോ, ലവ് ഈസ് ദി ഗേറ്റ് വേ ടു ഓൾ മിസറീസ്. സ്നേഹമാണ് ഏത് നിഗൂഢതകളിലേക്കും കടന്നു ചെല്ലാൻ, അതിൻ്റെയൊക്കെ നിഗുപ്തകളെ കൊട്ടിത്തുറന്ന് മുട്ടിത്തുറന്ന് അതിനകത്തേക്ക് പ്രവേശിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തി അത് സ്നേഹമാണ്. സ്നേഹമാണ് മനുഷ്യ ജീവിതത്തിന്റെ ഇന്ധനക്ഷമത. സ്നേഹമാകുന്ന വിളക്ക് അത് ജ്വലിക്കണമെങ്കിൽ അതിൻ്റെ മഹിമാവിലാസമാകുന്ന എണ്ണ അതിനകത്ത് അനിവാര്യമാണ്.
എണ്ണയിട്ട യന്ത്രങ്ങളെ പോലെയെന്ന് നമ്മളെ ഭാഷയിൽ പറയാറുണ്ട്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഈ ജാഗ്രതയുടെ സദസ്സിന്റെ മുറ്റത്ത് ധന്യമായ ഇന്നത്തെ സായന്തനത്തിൽ നിങ്ങളുമായിട്ട് ഞാൻ മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ കുറച്ച് വർത്തമാനങ്ങൾ, കരുതലിൻ്റെ കുറച്ച് സന്ദേശങ്ങൾ പകർന്നു നൽകുകയാണ് എൻ്റെ ഇത്തരണത്തിലുള്ള ഒരു ലക്ഷ്യം. മഹാഭാരതത്തിലെ പരീക്ഷിത് രാജാവ് തക്ഷക സർപ്പത്തിന്റെ ധ്വംസനമേറ്റിട്ട് കിടക്കുമ്പോൾ ജീവഹാനി തീർത്തും സംഭവിക്കുമെന്ന് ഉറപ്പിച്ചിടത്ത് നിന്ന് മുനിശാപത്തിന്റെ പേരില് ഒറ്റപ്പെട്ടിട്ട് വ്യഗ്രതയോടെ വിഷാദചിത്തനായി വിഷണ്ണനായിട്ട് കിടക്കുമ്പോൾ ഒരു 7 ദിവസം നീണ്ടുകിടക്കുന്ന ശ്രീ മഹാഭാഗവതം, അത് സപ്താഹം. സപ്തം എന്ന് പറഞ്ഞാൽ 7. അഹം അഹസ്സാണ്. അഹസ് പകലോൻ അഹസിന്റെ പ്രതീകമാണ്. അക്കമൂർത്തി അഹസിന്റെ പ്രതീകമാണ്. മാർത്താണ്ഡൻ എന്നും രവി എന്നും ഭാസ്കരൻ എന്നും ദിനകരൻ എന്നും ദിവാകരൻ എന്നും അതുപോലെ പങ്കജ ബാന്ധവൻ എന്നുമൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ അക്കമൂർത്തിയാകുന്ന പകലോൻ സൂര്യൻ, അതിൽ നിന്നാണ് അഹസ് വരുന്നത്. അഹസ് പകലാണ്. അതുകൊണ്ട് സപ്താഹം 7 പകലുകളിൽ സൂര്യാസ്തമനത്തിന്റെ ശേഷവുമല്ല സൂര്യോദയത്തിന്റെ മുമ്പുമല്ല, പകൽ സമയങ്ങളിൽ അങ്ങനെ സപ്താഹം 7 പകലുകളിൽ ജാഗ്രതയോടുകൂടെ മന്ത്രോച്ചാരണങ്ങൾ നടത്തുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു പരിശുദ്ധി എൻ്റെ പ്രിയപ്പെട്ട സഹോദര മതസ്ഥർ ഇവിടെ വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസത്തിന്റെ ഒരു അസ്ഥിത്തറയുണ്ട്. അത് മോക്ഷമാണ്. അത് ആധ്യാത്മികതയുടെ ഉന്നതമായ പർവ്വങ്ങളിലേക്ക് നമ്മൾ വഴി നടത്തപ്പെടലാണ്. അല്ലെങ്കിലും എല്ലാത്തിൻ്റെയും വിജയം ആത്മീയതയിലാണല്ലോ കുടികൊള്ളുന്നത്. നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് അനധിവിദൂരമായ ഭാവിയിൽ വിട പറഞ്ഞു പോകേണ്ട ആളുകളാണ്. അങ്ങനെയാണ്. ആരറിയും നിയതി തൻ ത്രാസു പൊങ്ങുന്നതും താനേ താണുപോകുന്നതും. നിയതി, നിയതി എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ വിധി എന്നാണ് അർത്ഥം. വിധി, വിധിയുടെ തുലാസ്, ത്രാസ്, അതിൻ്റെ തട്ട് എനിക്കും നിങ്ങൾക്കും അനുകൂലമാണ് എന്നാര് കണ്ടു, പ്രതികൂലമാണ് എന്നാര് കണ്ടു. ഇതിനാണ് വിധാതാവ് എന്ന് പറയുന്നത്. വിധിയുടെ വിധാതാവ് പടച്ചോൻ എന്ന് പറയുന്നതും ഈശ്വരൻ എന്ന് പറയുന്നതും ദൈവം എന്ന് പറയുന്നതും ഒക്കെ ആയിരിക്കുന്ന ഒരു പരമമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ വിശ്വസിക്കുമ്പോഴാണ് ത്വമേകം വരണ്യം ത്വമേകം ശരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം. അതിൻ്റെ അർത്ഥം എന്താണ്? നിന്നെ മാത്രം ഞങ്ങൾ ഭരിക്കുന്നു. ദൈവമേ, നിന്നോട് ശരണം തേടുന്നു. നീയാണ് വിശ്വത്തിന്റെ രൂപം, ജഗത് കാരണം, എല്ലാം നീയാണ്. ഞാൻ ഇന്ന് എൻ്റെ സന്ധ്യാനേരത്തെ മഗ്രിബ് നമസ്കാരത്തിന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചതും ഇതേ മൊഴിയാണ്. പക്ഷേ അത് അറബി ഭാഷയിലാണ് എന്ന് മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ഒരൊറ്റ ശക്തിയിലേക്ക് മനുഷ്യൻ ഇങ്ങനെ ഇഴുകിച്ചേരാണ്. പഴയൊരു പാട്ടുണ്ട്, ഇവിടെ ഹരിവരാസനം മുഴക്കപ്പെട്ടു. യേശുദാസ് എന്ന് പറയുന്ന ഗാനഗന്ധർവൻ എന്ന് മലയാളികൾ പേര് കൊടുത്ത ഗന്ധർവൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉപദേവൻ എന്നാണ്. അതുകൊണ്ട് മലയാളത്തിൽ സംഗീതത്തിന് ഒരു ഉപദേവൻ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഗാനഗന്ധർവൻ യേശുദാസ് എന്നൊരു അപരനാമത്തിൽ അദ്ദേഹം ഇന്ന് മലയാണ്മയിൽ എന്ന് മാത്രമല്ല ലോക ഭൂപടത്തിൽ തന്നെ പ്രഖ്യാതനായി, അല്ലേ? അദ്ദേഹത്തിൻ്റെ ആ വഴിഞ്ഞൊഴുകുന്ന ഗാനശീലുകളുടെ ശബ്ദമാധുരിയുടെ അലയൊലികൾ ഇപ്പോഴും ഇവിടെ ഏതോ തരത്തിൽ ആന്തോളനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പഴയകാലത്ത് പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചിരപുരാതനമായ അദ്ദേഹത്തിൻ്റെ കണ്ഠനിനാദങ്ങളിലൂടെ വീണമീട്ടിയ ചില വരികൾ മലയാളി ഭാഷ, ദേശ, ജാതി, വർഗ, മതങ്ങൾക്ക് പോലും അതീതമായിട്ട് ഏറ്റെടുത്ത വരികളാണ്. അതിങ്ങനെയാണ്: കുറി വരച്ചാലും കുരിശു വരച്ചാലും
കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്നേ, കേൾക്കുന്നതും ഒന്നേ, കരുണാമയനാം ദൈവമൊന്നേ, ദൈവമൊന്നേ, ദൈവമൊന്നേ. ഞാൻ നേരത്തെ ചൊല്ലിയ ശ്ലോകം ഇതിലേക്കാണ് നമ്മളെയൊക്കെ അറിയാതെ വഴി നടത്തി കൊണ്ടുപോകുന്നത്. ഈ ലോകം വളരെ നശ്വരമാണ്. പരീക്ഷിത് രാജാവിന് കിട്ടിയ ഒരു ബോധം അത് തന്നെയാണ്. അവസാനം ഭാഗവതം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും മന്ത്രങ്ങളും പരാമർശിക്കപ്പെടുകയും അതിൻ്റെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത് അദ്ദേഹം ആത്മീയതയിലേക്ക് നീങ്ങിയെന്നാണ് ചരിത്രം. ആ പ്രമാണം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അവസാനം അദ്ദേഹം ഭൗതിക ഇച്ഛകളോട് വിട പറയുകയാണ്. ഒരു മനുഷ്യൻ ഭൗതിക ഇച്ഛകളോട് വിട പറയുമ്പോഴാണ് അവൻ്റെ അകത്തളത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം, പ്രകാശത്തിൻ്റെ കിരണങ്ങൾ വിരുന്നു വരുന്നത്. അപ്പോഴാണ് അവൻ്റെ സ്വാർത്ഥത അവന് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ മനുഷ്യന്റെ പേര് സ്വാർത്ഥം ഭരി എന്നാണ്. സ്വാർത്ഥതയെ അവൻ ഭരിക്കുന്നു, അവനെ സ്വാർത്ഥത ഭരിക്കുന്നു. ഇതൊക്കെയാണ് സ്വാർത്ഥം ഭരി എന്ന വാക്കിന്റെ അർത്ഥം. നിസ്വാർത്ഥൻ അതിൻ്റെ നേരെ വിപരീതമാണ്. നിസ്വാർത്ഥനാകുമ്പോഴാണ് എൻ്റെ ദുഃഖം എൻ്റെ സഹോദരന്റെ ദുഃഖമാണ് എന്ന് പറയാനും മനസ്സിലാക്കാനും അത് പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരാനും കഴിയുക. നിറഞ്ഞിരിക്കലും ദരിദ്രമീ രാജ്യം, നിരന്നിരിക്കലും വികൃതമെങ്കിലും, ഇവിടെ സ്നേഹിപ്പാൻ, ഇവിടെ യാശിപ്പാൻ, ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം. അല്ലേ? എല്ലാം കൊണ്ടും നിർഭരമായിരിക്കുന്ന ഈ രാജ്യത്തിന്റെ അകത്ത് സ്വന്തം സഹോദരന്റെ സ്നേഹത്തിൽ കുറച്ച് ആഹ്ലാദം കണ്ടെത്താൻ, ആഹ്ലാദത്തിൽ നമ്മളും കുറച്ച് ആഹ്ലാദിക്കാൻ, അവന്റെ ദുഃഖത്തിൽ നമ്മളും കുറച്ച് ദുഃഖിക്കാൻ, അവൻ എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ കൂടി സങ്കടമാക്കി മാറ്റാനുള്ള വിശാലത പ്രാപിച്ച ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് നമ്മളൊരു മനുഷ്യത്വത്തിന്റെ ഉടമയാകുന്നത്. 2 ആഴ്ച മുമ്പ് എല്ലാ ഭാഗങ്ങളിലും ദീപാവലി ആഘോഷിക്കുകയുണ്ടായി. ദീപാവലി എന്ന വാക്കിന്റെ അർത്ഥം ദീപങ്ങളുടെ ആവലിയാണ്. ദീപം, ഒരു ദീപം ഉണ്ടായാൽ പോരാ. ആവലി എന്ന് പറഞ്ഞാൽ എന്താണ്? നിഗരം, നിവഹം, സംഘാതം, സഞ്ചയം എന്നൊക്കെ നമ്മൾ പറയും. കൂട്ടത്തിന്, ജനങ്ങളുടെ കൂട്ടമാണ് ജനാവലി. ഒരു നാട്ടിലെ പൗരന്മാരുടെ കൂട്ടമാണ് പൗരാവലി. അങ്ങനെയെങ്കിൽ ഒരുപാട് കത്തിജ്വലിച്ച ദീപങ്ങളുടെ കൂട്ടമാണ് ദീപാവലി എന്ന് പറയുന്നത്. അത് ദീപങ്ങളുടെ കൂട്ടമാണ്. എന്താ ഈ ദീപങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ അർത്ഥമാക്കുന്നത്? ദീപം, ആ കത്തിച്ചു വെക്കുന്ന ദീപത്തിന്റെ ജ്വാല അത് ഹൃദയത്തിന്റെ ജ്വാലയാകണം എന്നൊരർത്ഥമാണ് ഈ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ദീപത്തിന്റെ കൈത്തിരികളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് അന്ന് ഉച്ചരിച്ചൊരു മന്ത്രമുണ്ട്. ഏതാണ്? തമസോമാ ജ്യോതിർഗമയ. തമസ് പോകട്ടെ, ജ്യോതിസ് വരട്ടെ. അപ്പൊ തമസിന്റെ ഉപാസകന്മാർക്കൊക്കെ പോവാം, ജ്യോതിസിന്റെ ഉപാസകന്മാർക്ക് വരാം. പ്രകാശത്തിന്റെ ബദ്ധവൈരികൾക്ക് പോവാം, ജ്യോതിസിന്റെ ബദ്ധവൈരികൾക്ക് വരാം. അങ്ങനെ ജ്യോതിസിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു ഉജ്ജ്വലമായ കൈത്തിരി നമ്മൾ കത്തിച്ചു വെച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഡയോജനീസ് എന്ന് പറഞ്ഞു പോയത്. റോമാ സാമ്രാജ്യത്തിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഞാൻ മനുഷ്യനെ തിരയാണ്. സൂര്യൻ കത്തിജ്വലിക്കുന്ന പട്ടാപകൽ മധ്യാഹ്ന നട്ടുച്ച നേരത്ത്, അല്ലേ? നമ്മൾ പറയാറുണ്ട് നട്ടുച്ച നേരം. ആ നട്ടുച്ച നേരത്ത് സൂര്യൻ ഇങ്ങനെ തലക്ക് മുകളിൽ ഉജ്ജ്വലമായിട്ട് ജ്വലനം നടത്തുമ്പോഴാണ് ഡയോജനീസ് ഒരു വിളക്ക് കത്തിച്ചു വെച്ചത്. അപ്പൊ ആളുകൾ ഡയോജനീസിനെ വിഡ്ഢി എന്ന് വിളിച്ചപ്പോ ഡയോജനീസ് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ മനുഷ്യനെ തിരയാണ്. എന്തിനാ മനുഷ്യനെ തിരയാൻ ഈ സൂര്യൻ ഉജ്ജ്വലമായിട്ട് ജ്വലിക്കുമ്പോ ഒരു വിളക്ക് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരുട്ട് മൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കത്തിച്ച കൈവിളക്കിന്റെ ഈ ദീപത്തിന്റെ ഈ ജ്വലനം അവന്റെ അന്ധത ബാധിച്ചു പോയ ഹൃദയത്തിലേക്ക്, അന്ധകാരം മൂടിപ്പുകഞ്ഞുപോയ അവന്റെ അന്തരാളത്തിലേക്കൊന്ന് കൊളുത്തി കൊടുക്കാനാണ് ഞാൻ ഈ പട്ടാപകൽ നേരത്ത് വിളക്ക് കത്തിച്ചത് എന്ന് മറുപടി പറഞ്ഞു പോയ ഡയോജനീസ്, അല്ലേ? അപ്പം എന്താണ് തമസ്, എന്താണ് ജ്യോതിസ്? അതൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വിരുന്നു വരുമ്പോ എല്ലാവരെയും കാണാനും ഉൾക്കൊള്ളാനും തുറന്ന് ചിരിക്കാനും എത്ര മനോഹരമായിട്ട് ജീവിക്കുവാനും നമുക്കൊക്കെ സാധ്യമാകും എന്നർത്ഥം. അതുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഏറ്റെടുക്കാനുള്ള ഒരു ദൗത്യം കൂടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പുളകിതനാക്കുന്നത്. ഈ 7 ദിവസത്തിന്റെ ഇടയിൽ ഓരോ ദിവസവും 5000-6000 ആളുകൾ ജാതിമത ഭേദമന്യേ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു പോവാൻ. ഈ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, അല്ലേ,
ഒരു ചാൺ വയറ്, അരച്ചാൺ വയറ്, ഈ ഭക്ഷണം എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഒരാൾക്ക് വസ്ത്രം കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയോ? ഒരാൾക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയോ? ഇല്ല. 10 രൂപ കിട്ടുന്നോന് അത് എങ്ങനെങ്കിലും 100 രൂപയാക്കണം എന്ന് പ്രാർത്ഥിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും. 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെങ്കിലും സഹസ്രമാകണമെന്ന് പ്രാർത്ഥിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും. അതിന് ഏത് ഊടുവഴികളിലൂടെയും അവന് സഞ്ചരിക്കും, അല്ലേ? അതുകൊണ്ടാ പൂന്താനം നമ്പൂതിരിപ്പാട് പണ്ട് പാടിപ്പോയത്, ദശം കിട്ടുകിൽ അത് ശതമാകണമെന്നും ശതമായി കഴിഞ്ഞാൽ അത് സഹസ്രമാകണമെന്നും താല്പര്യപ്പെടുന്ന മനുഷ്യൻ. അപ്പൊ എന്താണ് അർത്ഥം? അർത്ഥം എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അർത്ഥം എന്ന ഒരു വാക്കിന്റെ ഒരർത്ഥം സമ്പത്ത്, സ്വത്ത് എന്നാണ്. മലയാളത്തിൽ ഒരു ചൊല്ലില്ലേ, അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുന്നു എന്ന് പറഞ്ഞാല് സാമ്പത്തികമായിട്ട് ശേഷി ഇല്ലാത്തവന് പെട്ടെന്ന് ഒരാൾ കൊണ്ടുപോയിട്ട് അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉണ്ടാകാനുള്ള സാധ്യതകൾക്കുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവൻ അർദ്ധരാത്രിയിലും കുട പിടിക്കും, അല്ലേ? അപ്പൊ അർത്ഥം, അതുകൊണ്ടാണ് നമ്പൂതിരിപ്പാട് നമ്മളോട് പറഞ്ഞത്, അർത്ഥം എത്ര വളരെയുണ്ടായാലും അർത്ഥത്തെ കൊതിക്കുന്ന ഇതെത്ര പേർ. അർത്ഥം അത് ലോകത്ത് ഇന്ന് അനർത്ഥമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അർത്ഥത്തിന്റെ പേരിലാണ്, സ്വത്തിന്റെ പേരിലാണ് ഈ തർക്ക വിതർക്കങ്ങൾ മുഴുവൻ ഇവിടെ രൂപപ്പെടുന്നത്. അത് മുഴുവൻ മുള പൊട്ടുന്നതും സ്വത്തിന്റെ പേരിലാണ്. അപ്പൊ മനുഷ്യൻ അങ്ങനെ താർക്കികനായി പോവാൻ അവിടെയാണ്. അപ്പം പൈസ കിട്ടിയാലും മനുഷ്യന് മതിയാകില്ല, അതുപോലെ തന്നെ വസ്ത്രം കിട്ടിയാലും മതിയാകില്ല. ഭൗതിക ജീവിതത്തിന്റെ ഉപാധികൾക്ക് ആവശ്യമായ മറ്റ് ഏത് സാമഗ്രികൾ കൊടുത്താലും എനിക്ക് മതി എന്ന് മനുഷ്യൻ പറയില്ല. ആകെ നമ്മൾ വെച്ചു നീട്ടി കൊടുത്തിട്ട് മതി എന്ന് പറഞ്ഞ ഒരു വസ്തു ഈ പ്രപഞ്ചാണ്ട കടാകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ ആമാശയത്തെ നിറക്കാനുള്ള അരച്ചാൻ വയറിന്റെ അന്നമാണ്. അന്നം അത് എത്ര സുഭിക്ഷമാണെങ്കിലും, അത് എത്ര ഡെലീഷ്യസ് ആണെങ്കിലും, നമ്മളെ വയറ് നിറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പിന്നെ 2 കൈയും കാണിച്ചിട്ട് ആതിഥ്യ മര്യാദയോടുകൂടെ നമ്മളെ സൽക്കരിക്കുന്ന ദാതാവിനോട്, സ്വീകർത്താവായ നമ്മൾ പറയാണ്, മതി, എനിക്കിനി തരല്ലേ, എന്നെ ഇനി ബുദ്ധിമുട്ടാക്കല്ലേ, എനിക്കിനി കഴിക്കാൻ കഴിയില്ല, ഞാൻ ക്ഷീണിതനാണ് എന്ന് മനുഷ്യൻ പറയാൻ, അല്ലേ? അപ്പൊ ഇവിടെയാണ്, ഇവിടെ അന്നം കൊടുക്കാൻ. അന്നം കൊടുപ്പിൻ പശിക്കേതിരാദ്യത്തെ അംഗം കുറിച്ചൊരവശ സംരക്ഷക. അന്നം കൊടുക്കുക, വിരുന്നൂട്ടുക, ഇത് ലോകത്തെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റാലിറ്റിയാണ്, ആതിഥ്യ മര്യാദയാണ്. ഇത്രയും ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ പിന്നില് ഒരുപാട് സാധാരണക്കാരുടെ കരങ്ങളുണ്ട്. അത് അക്ഷീണം അവിടെ പ്രയത്നിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ പരന്നൊഴുകുന്ന ഒരു പാരാവാരമായി മാറുകയാണ്. സ്നേഹത്തിന്റെ ഒരു സാഗരം പോലെ, കാരുണ്യത്തിന്റെ ഒരു കടലല പോലെ, കരുതലിന്റെ ഒരു ആഴി പോലെ നമ്മളിങ്ങനെ ലോകത്ത് ഉത്ഥാനം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു സുഖമുണ്ട്. ഇങ്ങനെ കരുതലും കാണലും ഒക്കെ അറിഞ്ഞിട്ട് കണ്ടറിവോടുകൂടെ മനുഷ്യൻ ജീവിച്ചു പോകുന്നതിൽ ഒരു മനസ്സുഖമുണ്ട്. അതിവിടെ മാത്രല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആധ്യാത്മികതയുടെ മോക്ഷം അകത്തേക്ക് കയറി ചെല്ലണം. അപ്പൊ പിന്നെ വീറുണ്ടാകൂല, അപ്പൊ പിന്നെ അഹന്തയുണ്ടാകില്ല, അപ്പൊ പിന്നെ സ്വാർത്ഥതയുണ്ടാകില്ല, അപ്പൊ പിന്നെ ഞാൻ എന്നൊരു അഭിനിവേശം ഉണ്ടാകില്ല. എല്ലാവരും നമ്മൾ എന്ന ഒരു കാന്തിയുടെ പദം മാത്രമല്ല, ആ ഒരു കാന്തിയുടെ ജീവിത ദർശനം കൂടി അവന് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ടാണ് മലയാളത്തിൽ ഒരു വാക്ക് ചൊല്ലു പറയുന്നത്, നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, അല്ലേ? നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമുക്കുള്ള സ്വർഗം പണിയുന്നതും നാഗം. സ്വർഗം നാഗമല്ല, നാഗം എന്ന് പറഞ്ഞാൽ പാമ്പാണ്. നേരത്തെ പറഞ്ഞു ഇവിടെ പരീക്ഷിത് രാജാവിന് ധ്വംസനമേറ്റത്, അത് നാഗമാണ്. അത് ഗാ ആണ്, മൃദു ഗാ ആണ്, അഥവാ നാഭി കൊണ്ട് ഗമിക്കുന്നത്. അങ്ങനെയാണ് സർപ്പത്തിന് നാഗം എന്നൊരു വാക്കുണ്ടായത്. സർപ്പത്തിന് പന്നകം എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ. എന്തുകൊണ്ട്? പള്ള കൊണ്ട് ഗമിക്കുന്നതാണത്. ഇത് നാക്കമാണ്. നാക്കം, നാക്കം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. അപ്പൊ നമുക്ക് സ്വർഗം ഉണ്ടാക്കുന്നതും നമുക്ക് നരകം പണിയുന്നതും നമ്മുടെ കർമ്മമാണ്, വേറൊന്നുമല്ല. അപ്പൊ ഇവിടെ ഒരു ലോജിക് പ്രവർത്തിക്കുന്നില്ല. There is no any logic in total universe. Only magic of miracle of God. അല്ലേ? ഇവിടെ എന്തോ ഒരു ദൈവികമായിരിക്കുന്ന മെസ്മറിസം പ്രവർത്തിക്കുന്നുണ്ട്. ലോജിക്കല്ല, യുക്തിസഹമല്ല. അതുകൊണ്ടാണ് യുക്തിവാദങ്ങളൊക്കെ ലോകത്ത് മുളപൊട്ടുന്നത്. യുക്തിവാദികൾ പറയുന്ന എന്താണ്? ഇതങ്ങനെ തന്നെ ഉണ്ടായി, അത് അങ്ങനെ ഒരു ശക്തിയൊന്നും ഇവിടെ ഇല്ല. അങ്ങനെയുള്ളവർക്ക് പിന്നെ ലോകത്ത് ആരെയും പേടിക്കണ്ട. ഒരു നിയമപാലകന്റെ
അല്ലെങ്കിൽ യൂണിഫോം ഇട്ട ഒരു പോലീസുകാരൻ സാന്നിധ്യത്തിലുണ്ടെങ്കിൽ അവനെ പേടിച്ച് മാത്രം ജീവിക്കാം. അവരുടെ കൂടി അഭാവത്തിലാണെങ്കിലോ എന്തും ചെയ്യാം. അപ്പൊ പിന്നെ നായകനില്ല പട നായപ്പട അല്ലേ? അപ്പൊ നമ്മളെ ഏതോ ഒരു ശക്തി ഭരിക്കുന്നു എന്ന ആധ്യാത്മിക ബോധത്തിൽ നിന്നാണ് മനുഷ്യന്റെ കരുതൽ ഉണ്ടായിത്തീരുന്നത്. ആ കരുതലിൽ നിന്നാണ് എൻ്റെ അയൽവാസിക്ക് ഞാൻ വെച്ചു നീട്ടുന്നത്. ആ കരുതലിൽ നിന്നാണ് എൻ്റെ ഭക്ഷണം കഴിക്കാത്ത ഏകോദര സഹോദരനെ പോലെ ഞാൻ കാണുന്ന, ജാതി പോലും മതം പോലും ഞാൻ ഏത് എന്ന് അവൻ്റേത് അന്വേഷിക്കാത്ത ഒരു മനുഷ്യൻ എന്ന മാത്രയിൽ അവനെ ഞാൻ കണ്ടെത്തുകയും അവനെ ഞാൻ സ്നേഹത്തിന്റെ അന്നമാകുന്ന വിരുന്നൂട്ട് നൽകിയിട്ട് ആദരിക്കുകയും ചെയ്യുമ്പോഴാണ് അവനാകുന്ന മനുഷ്യനെ കാണുന്ന ഞാനൊരു മനുഷ്യനാകുന്നത് അല്ലേ? അപ്പൊ മനുഷ്യത്വത്തെ കണ്ടെത്തലാണ്. അല്ലാതെ ഒരുപാട് ബിരുദാനന്തര ബിരുദം എടുക്കുക, ഡിഗ്രികൾ എടുക്കുക, മോർ ഡിഗ്രീസ്, ബട്ട് ദർ ഈസ് നോ കോമൺ സെൻസ്. എന്താ കാര്യം? ഒരുപാട് ബിരുദാനന്തര ബിരുദങ്ങൾ പുതിയ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോമൺ സെൻസ് ഇല്ല. ഈ അടുത്താണ് ഏതോ ഒരു മലയാള ഭാഷയിൽ പ്രസിദ്ധീകൃതമായ ദിനപത്രത്തിന്റെ ഈ നമ്മുടെ ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് അത്തമ്പത്തിന്റെ തിരുവോണത്തിന്റെ അന്ന് മാവേലി മന്നൻ കടന്നു വരാൻ വലിയൊരു തൊപ്പിക്കോടയൊക്കെ ചൂടിയിട്ട് മാവേലി ഒരു വീട്ടിലേക്ക് വരുന്ന രംഗാണ് ആ പത്രദ്വാര പ്രത്യക്ഷപ്പെട്ട കാർട്ടൂണിന്റെ അകത്തുള്ള ഇതിവൃത്തം. അങ്ങനെ മാവേലി കയറി വരുന്നുണ്ട്. മാവേലി കയറി വന്നിട്ട് മാവേലി കോളിംഗ് ബെൽ അടിക്കാൻ, പുതിയ കാലല്ലേ, കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ആരും പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ മാവേലി നേരെ ലിവിംഗ് റൂമിലേക്ക് കയറി പോകുമ്പോ 5 കുട്ടികൾ, മക്കള്, ആ വീട്ടിലെ 5 മക്കള് സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മാവേലി വിഷണ്ണനായി, അദ്ദേഹം ആകെ വിഷാദ ചിത്തനായി. അപ്പൊ മാവേലി സൂക്ഷിച്ചു നോക്കിയപ്പോ കണ്ടത് ഒരാൾ യൂട്യൂബിലാണ്, ഒരാൾ ഫേസ്ബുക്കിലാണ്, ഒരാൾ ട്വിറ്ററിലാണ്, അടുത്ത ആൾ ഇൻസ്റ്റയിലാണ്. അപ്പൊ ദുഃഖത്തോടുകൂടെ മാവേലി അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് തലപൊക്കിയിരുന്നുവെങ്കിൽ എനിക്ക് അടുത്ത വീട്ടിലേക്ക് എനിക്ക് ഓണാശംസ നേരാൻ വേണ്ടി പോകായിരുന്നു എന്ന് പറഞ്ഞാല് മലയാളിയുടെ പുതിയ കാലത്തെ ഒരു ചിത്രത്തിന്റെ മൂകസാക്ഷിയായിരുന്നു ആ കാർട്ടൂൺ. ലിസണിംഗ് ക്ലിനിക്ക് തുടങ്ങുന്ന കാലമാണ് പുതിയ ലോകം. ലിസണിംഗ് ക്ലിനിക്കുകളുടെ കാലമാണ്. കേൾക്കാൻ ആളില്ലാത്ത ലോകം. ഒരു വീട്ടിൽ മക്കളുണ്ട്, പക്ഷേ അമ്മയ്ക്ക് കേൾക്കാൻ സമയമില്ല, അച്ഛന് കേൾക്കാൻ സമയമില്ല, ഉപ്പക്ക് സമയമില്ല, ഉമ്മാക്ക് സമയമില്ല. കാരണം അവരൊക്കെ തന്നെ അവരവരുടെ ലോകത്താണ്. ഇങ്ങനെ ഒരു പാശ്ചാത്യവൽക്കരണത്തിലേക്ക് നമ്മളെ നാട് കടന്നു പോവാൻ. ഈ അടുത്ത് എൻ്റെ സുഹൃത്തായ മലയാളി അമേരിക്ക സന്ദർശിച്ചു. അദ്ദേഹം അവിടുത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ രംഗം പറയുന്നുണ്ട്. അച്ഛൻ വരുന്നു, അമ്മ വരുന്നു, മക്കൾ വരുന്നു. അങ്ങനെ മാതാവ് മാതാവിനുള്ളത് വാങ്ങുന്നു, പിതാവ് പിതാവിനുള്ളത് വാങ്ങുന്നു. അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു. അപ്പം ഒരു ടീനേജിലുള്ള ഒരു മോനുണ്ട്, മോൻ കടന്നു വന്നിട്ട് മോൻ ആവശ്യമുള്ളത് വാങ്ങുന്നു, അവന്റെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും അവരവരുടെ ലോകത്ത് അഭിരമിക്കുന്നു. ഒരു വാഹനത്തിൽ വന്ന് ഇറങ്ങിയവരാണ്, ഒരു വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ്. പക്ഷേ മനസ്സുകൾക്ക് കാതങ്ങളുടെ അന്തരമായിരിക്കുന്ന ഒരു ലോകത്ത് ആ പാശ്ചാത്യവൽക്കരണങ്ങളെയൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു ആവിഷ്കാരത്തിലേക്ക് അഭിനവ മലയാളി എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് തർക്കമുണ്ട്. കാരണം പലപ്പോഴും എത്തിപ്പെട്ടിട്ടുണ്ട്. പൂന്താന നമ്പൂതിരിപ്പാട് ഞങ്ങളെ മലപ്പുറത്താണ്. അദ്ദേഹത്തിന്റെ ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം, 21-ാം നൂറ്റാണ്ടിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്നീ കവിതകൾ ബൃഹത്തായ സന്ദേശങ്ങളാണ് മലയാളിക്ക് പ്രദാനം ചെയ്യുന്നത്. അദ്ദേഹം ഒരു മഹാകവിയാണ്. മഹാകാവ്യം എഴുതിയ തന്നെ മഹാകവിയാണ്. മഹാകവി അക്കിത്തം എന്നാണ് പറയാറുള്ളത്, അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടിനെ പറ്റി. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഊശിക്കുടമ മുറിച്ചു വളർത്തിമേൽ മീശയും പൂണുന്നു ലൂരിക്കളഞ്ഞവൻ ഒത്തുവായി കൊണ്ടു ജപിക്കേണ്ടി വന്നുമേ ഓക്കാനമേകുന്ന മീനും ഇറച്ചിയും എന്ന് പറഞ്ഞാല് വേദങ്ങൾ പാരായണം ചെയ്യുന്ന ഓത്തുവായി, അതാണ് വേദങ്ങൾ ഉച്ചരിക്കുന്ന വായാണ് ഓത്തുവായി. അങ്ങനെ ഓത്തുവായി കൊണ്ട് ജപിക്കേണ്ടി, വേദങ്ങൾ ജപിക്കേണ്ടി വന്ന ഓത്തുവായി കൊണ്ട് പിന്നെ ഓക്കാനമേകുന്ന മീനും ഇറച്ചിയും എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ തലമുറകളിൽപ്പെട്ടവർ തന്നെ ഉണ്ടും അങ്ങനെ തന്നെ കഴിച്ചും കൂടിയ ഒരു കാലഘട്ടം. അപ്പം ഇടിഞ്ഞുപൊളിഞ്ഞ ലോകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എല്ലായിടത്തും പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മുസ്ലിം കുടുംബങ്ങളിൽ സംഭവിച്ചു, ഹൈന്ദവ കുടുംബങ്ങളിൽ സംഭവിച്ചു, ക്രൈസ്തവ കുടുംബങ്ങളിൽ സംഭവിച്ചു, ബുദ്ധ കുടുംബങ്ങളിൽ സംഭവിച്ചു. അങ്ങനെ പ്രാചീന കാലം മുതൽ നമ്മൾ അനുഷ്ഠിച്ചു പോന്നിരുന്ന ചില ചിട്ടവട്ടങ്ങൾ, ഓരോന്നിനും ആചാരമര്യാദകൾ, രീതിശാസ്ത്രങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അത് ധാർമ്മികതയിലും കണ്ടറിവുകളിലും ഒക്കെ അധിഷ്ഠിതമായിരുന്നു എന്നാണ് കവി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ 3 ദിവസം മുമ്പ് പ്രത്യക്ഷപ്പെട്ട ഒരു പത്രത്തിലെ ഒരു വാർത്ത എന്നെ കൂടുതൽ ഇരുത്തി ചിന്തിപ്പിച്ചു. ഇന്ത്യ രാജ്യത്ത് പ്രസിദ്ധീകൃതമാകുന്ന ഒരു മെഡിക്കൽ ജേണലാണ് ലാൻസെറ്റ്. ലാൻസെറ്റ് ഈ അടുത്ത് ഒരു പഠനം നടത്തി. 7 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കൗമാരക്കാരായ കൊച്ചുകുട്ടികളുടെ രക്ഷിതാക്കളിലാണ് ഈ ഒരു കാനേശുമാരി നടത്തിയത്. ആ കാനേശുമാരിയുടെ ഈ ഒരു കണക്കെടുപ്പിന്റെ ഞെട്ടിപ്പിക്കുന്ന അനന്തര ഫലം ഈ ലാൻസെറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഈ മെഡിക്കൽ ജേണൽ പ്രസിദ്ധീകരിക്കുകയാണ്, പുറത്തുവിടാൻ. അതിലവർ പറഞ്ഞത്,
നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ഈ പ്രായത്തിൽ, ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ 66% കുട്ടികളും ടെക് അഡിക്ഷനിലാണ്, ഇന്റർനെറ്റ് അടിമത്തത്തിലാണ്. അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ, OTT പ്ലാറ്റ്ഫോമിൽ, ഗെയിം ആപ്പുകൾ, അങ്ങനെ ഉള്ള ഒരു വ്യവഹാരത്തിലാണ് അവരുള്ളത്. വ്യാപാരമെന്തു ഹനനനാം വനവേടനുണ്ടോ, വ്യാപന്ന മധു കഴുകനെന്നും കബോധമെന്നും. മലയാളത്തിൽ അങ്ങനെ ഒരു കവിതയില്ലേ? വ്യാപാരം അല്ലേ? ഈ സോഷ്യൽ മീഡിയയാകുന്ന അല്ലെങ്കിൽ ലഹരിയാകുന്ന, അസമത്വമാകുന്ന, മിശ്രജീവിതമാകുന്ന, പരമ്പരാഗതമായി കുടുംബത്തിൽ നിന്ന് കിട്ടിപ്പോന്ന സംസ്കാരങ്ങളെ മുഴുവൻ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവർ പുതിയ പുതിയ സംസ്കാരങ്ങളെ നമ്മളെ മക്കളെ മക്കളും ഒക്കെ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നോക്കി നിൽക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. അതാണ് ഈ സോഷ്യൽ മീഡിയ നേതൃത്വങ്ങൾക്ക് എന്ത് വ്യാപാരമെന്ത് ഹനനനാം വനവേടനുണ്ടോ. ഈ വ്യാപാരം പൊടിപൊടിക്കുമ്പോ ഹനനൻ, ഹനിക്കുന്നവൻ അല്ലേ? ലോകത്തെ ഹനിക്കാൻ വന്ന ഈ കാട്ടാളനാകുന്ന, നാരദനാകുന്ന ഈ വനവേടനുണ്ടോ? വ്യാപന്ന മധു കഴുകനെന്നും കബോധമെന്നും. വ്യാപന്നം, തൻ്റെ അസ്ത്രത്തിന്റെ കണവലിക്കുമ്പോ പുറപ്പെടുന്ന തൻ്റെ അമ്പിന്റെ, അസ്ത്രത്തിന്റെ, തൻ്റെ ടൂളിന്റെ, തൻ്റെ മൂർച്ചയേറിയ വിഷം പുരട്ടിയ ആയുധത്തിന്റെ ഇര വ്യാപന്നം. ഈ വ്യാപാരം നടക്കുന്നത്, ഈ വ്യാപാരത്തിന്റെ ഇര, അതാണ് വ്യാപന്നം. അത് കഴുകൻ. കഴുകൻ എന്ന് പറഞ്ഞാല് ഒരു കാട്ടാളത്വത്തിന്റെ പ്രതീകമാണ്. കബോധം എന്ന് പറഞ്ഞാലോ, കബോധം സ്നേഹത്തിന്റെ പ്രതീകമാണ്, ആർദ്രതയുടെ പ്രതീകമാണ്, ലാളിത്യത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് UNO പോലെയുള്ള വലിയ വലിയ ഐക്യരാഷ്ട്ര സംഘടനകൾ പോലെയുള്ള വലിയ വലിയ സംഘടനകളൊക്കെ തന്നെ ചില ചടങ്ങുകളെ ഉദ്ഘടിച്ച് ആനയിക്കുമ്പോൾ വെള്ളരിപ്രാവിനെ പറത്തിയിട്ട് തുടക്കം കുറിക്കുന്നത്. വെള്ളരിപ്രാവ് അത് തൻ്റെ കൊക്കിൽ കൊത്തിയെടുത്ത ഒരു ഒലീവ് ചില്ലയുണ്ട്. ഒലീവ്, UNOയുടെ പ്രസംഗ പീഠത്തിന്റെ പാർശ്വഭാഗത്ത് കൊത്തിവെച്ചത് 2 ഒലീവ് ചില്ലകളാണ്. ഒലീവ് സമാധാനത്തിന്റെ ഒരു പ്രതീകമാണ്. പ്രാവ് അത് സമാധാനത്തിന്റെ മറ്റൊരു പ്രതീകമാണ്. ഉറുദു ഭാഷയിലും ഹിന്ദി ഭാഷയിലും കബോത്തർ എന്ന് പറയുന്ന, നമ്മളെ മലയാള ഭാഷയിൽ ആണിനും പെണ്ണിനും വ്യത്യസ്ത പേരുകളുള്ള കബോധം, കബോധി, ആൺപ്രാവ് കബോധം, പെൺപ്രാവ് കബോധി എന്ന് നമ്മൾ പറയുന്ന കബോധം അല്ലേ, പ്രാവ്. അപ്പം പ്രാവാവട്ടെ, അതുപോലെ തന്നെ കഴുകനാകട്ടെ, ആരായാലും കുഴപ്പമില്ല. സോഷ്യൽ മീഡിയയുടെ ഇര ആരായാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു വാണിജ്യം അരങ്ങ് തകർന്നുകൊണ്ടിരിക്കുന്ന കുതൂഹലങ്ങളുടെ, കലഹങ്ങളുടെ, കോലാഹലങ്ങളുടെ, വിഹ്വലതകളുടെ ലോകത്താണ് എൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വയസ്സായ ആളുകളെ നോക്കാൻ ആളില്ല. അവരോട് ആർദ്രമായ ഒരു വർത്തമാനം പറയാൻ ആർക്കൊന്നും കഴിയുന്നില്ല. 74 വയസ്സായ നമ്മുടെ അച്ഛമ്മയോട്, അമ്മച്ചിയോട്, വലിയമ്മച്ചിയോട് നമ്മൾ പറയാണ്, വലിയമ്മച്ചി ഇങ്ങനെയൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല, ഇപ്പോഴത്തെ കാലത്തൊന്നും ഇങ്ങനെ പറയാറില്ല. നിങ്ങൾ ഈ ആള് കൂടുന്നിടത്ത്, ജനങ്ങൾ കൂടുന്നിടത്ത്, വീട്ടിൽ അതിഥികൾ വരുന്നിടത്ത് ഇങ്ങനെ പരിസരവും അതുപോലെ തന്നെ സാഹചര്യവും ഒന്നും പരിഗണിക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് പുതിയ തലമുറക്ക് ദഹിക്കില്ല എന്ന് ആരാ പറയുന്നത്? പൗത്രൻ അല്ലെങ്കിൽ പൗത്രി അല്ലേ? പേരക്കുട്ടി പോയിട്ട് വല്യമ്മച്ചിയുടെ അടുത്ത് പറയാൻ. അപ്പൊ ആ വല്യമ്മച്ചി എന്ത് ചെയ്യണം? 74 കൊല്ലം താൻ കണ്ടത്, അനുഭവിച്ചത്, പഠിച്ചത്, ശീലിച്ചത്, ചെയ്തത് ഒരൊറ്റ പേരക്കുട്ടിയാകുന്ന സോഷ്യൽ മീഡിയ അഡിക്ഷന്റെ പ്രതീകമാകുന്ന ആ ഒരൊറ്റ പേരക്കിടാവിന്റെ ഡയലോഗിലൂടെ തൂത്തെറിയണം, തകർത്ത് തരിപ്പണാക്കണം. എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അപ്പൊ അത് ഡെമോളിഷ് ആവാൻ. പാവപ്പെട്ടിരിക്കുന്ന വാർദ്ധക്യത്തിന്റെ അസ്തമാന സൂര്യനെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പിതാമഹനും പിതാമഹതിയും മാതൃമഹനും ഒക്കെ തന്നെ ഇങ്ങനെ വിഷണ്ണരായിട്ട് ഒരു തരം വിഷാദ രോഗത്തിലേക്ക് കടന്നു പോകാൻ. അവർ നോക്ക് നിങ്ങൾ, അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്താ അവർക്ക് കൂട്ടിനുള്ളത്? ഒരു 17 വയസ്സുള്ള 25 വയസ്സുള്ള ഒരു കുട്ടി ഒരു ക്ലിനിക്കിൽ പോയി ഒരു ഡോക്ടർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഡോക്ടർ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അവന്റെ മുഖത്ത് ഒരു മ്ലാനതയുടെ നിഴലാട്ടം പോലും ഇല്ല. ഓക്കെ, ഞാൻ ഡീൽ ചെയ്തോളാം. അവൻ വാട്സപ്പ് തുറക്കാൻ, അവൻ ഫേസ്ബുക്ക് തുറക്കാൻ, അവൻ ഡാറ്റ ഓൺ ചെയ്യാൻ, അവന് സമയം പോയത് അറിയുന്നില്ല. ഒറ്റപ്പെടലിന്റെ വൃദ്ധസദനത്തിൽ അവർ എന്നോ അള്ളിപ്പിടിച്ച് കയറിയിട്ടുണ്ട്. അത് നമ്മുടെ വീട് തന്നെയാണ്, നമ്മുടെ വീട് തന്നെയാ. നമ്മളവരെ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അടച്ചിട്ട റൂമിൽ എത്ര നേരം ഇരിക്കാൻ കഴിയും? പക്ഷേ ആ റൂമിനെ അടച്ചത് പുറത്തു നിന്ന് ഒരാളാണെങ്കിൽ ഒരു നിമിഷം പോലും ആ റൂമിൽ നമുക്ക് ഇരിക്കാൻ കഴിയൂല. അപ്പൊ നമ്മളെ വയോവൃദ്ധരായിരിക്കുന്ന വയോജനങ്ങളുടെ
മനോഹരമായിരിക്കുന്ന സാമൂഹ്യ ജീവിതത്തിന്റെ ഗരിമയെ നഷ്ടപ്പെടുത്തിയത്, അവരെ ഇങ്ങനെ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്നത് പുറത്തു നിന്ന് ആരോ വാതിൽ പൂട്ടിയിട്ടാണ്. അതാരാണ്? നമ്മുടെ ജീവിത സാഹചര്യമാണ്. ഞാൻ ഈ അടുത്ത് ദി ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ ഒരു പത്രദ്വാര ആ പത്രത്തിന്റെ ഒരു പേജിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചിത്രം. ഒരു റെയിൽവേ സ്റ്റേഷനാണ്, രംഗവേദി. അതിനകത്ത് ആ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഭാഗത്ത് ഒരുപാട് ആളുകൾ തിരക്കോടെ നടന്നു പോകുന്നു, യാത്രക്കാര്. അവിടെ അതിന്റെ പാർശ്വഭാഗത്ത് ഒരു തെരുവ് നായ അങ്ങനെ കിടന്നുറങ്ങുന്നു. ആ തെരുവ് നായയുടെ ഓരം ചാരി തൊട്ടടുത്ത് ഒരു വയോവൃദ്ധനായ മനുഷ്യൻ കിടന്നുറങ്ങുന്നു. എന്നിട്ട് അതിന്റെ താഴെ കൊടുത്തൊരു അടിക്കുറിപ്പുണ്ട്. അത് സ്തോഭവും ഹൃദയ ജനഭേദകവുമാണ്. എന്തായിരുന്നു അടിക്കുറിപ്പ് അറിയോ? ഒന്നുമല്ല, വാർദ്ധക്യം എന്നെ ആർക്കും വേണ്ടാത്തവനാക്കി. ഈ വയോവൃദ്ധം പറയാൻ, വാർദ്ധക്യം എന്നെ ആർക്കും വേണ്ടാത്തവനാക്കി. നമുക്കുള്ള പണിയെടുക്കുന്നത് നമ്മളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് നാമേ പണിവതു നാഗം നരകവും. അതുപോലെ ഉറുദു ഭാഷയിൽ ഒരു മനോഹരമായ ഷിയർ കവിതയുണ്ട്. അതിങ്ങനെയാണ്: അമൽ സേ ജിന്ദഗി ബൻതി ഹേ, അമൽ സേ ജിന്ദഗി ബൻതി ഹേ, ജന്നത്ത് ബി ജഹന്നം ബി, വഹാ കി അപ്നി ഫിത്രത് മേ न नारी है न नूरी है, अमल से जिंदगी बनती है. हमारी जिंदगी हम अपने ही अमल से बनाते हैं. परों के अमल से एक आदमी को जन्नत हरगिज नहीं पाते हैं. വേറൊരാള് അശ്രാന്ത പരിശ്രമം നടത്തിയിട്ട് നമുക്കാർക്കും സ്വർഗസ്ഥനാവാൻ കഴിയില്ല. വേറൊരാൾ അപരാധം ചെയ്തതിന്റെ പേരിൽ നമ്മളാരും നരകസ്ഥനും ആവൂല. അതാണ് അമൽ സേ ജിന്ദഗി ബൻതി ഹേ, ജന്നത്ത് ബി ജഹന്നം ബി. നമുക്ക് നാമേ പണിവതു നാഗം നരകവും. അതുപോലെ അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. നമ്മളെ അധ്വാനം, നമ്മളെ പണി, നമ്മൾ എടുക്കുന്ന അശ്രാന്ത പരിശ്രമങ്ങള്, നമ്മുടെ ഉത്തരവാദിത്തങ്ങള്, നമ്മുടെ ക്രയവിക്രയങ്ങള്, അതാണ് സ്വർഗവും നരകവും നമുക്ക് തരണം എന്ന് തീരുമാനിക്കുന്നത്. വഹാക്കി അപ്പിനി ഫിത്രത്ത് മേ. നമ്മൾ ആരാണ്? നമ്മൾ മണ്ണാണ്, നമ്മൾ മണ്ണായവനാണ്. നാരി ഹേ നൂരി ഹേ. നമ്മൾ നാറിന്റെയും നൂറിന്റെയും ആളല്ല. ഇവിടെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. പുണ്ട്രമോ പൂണനൂൽ താനോ. കുമാരനാശാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പുണ്ട്രമോ പൂണനൂൽ താനോ, ശിഖാ ഷണ്ഡമോ ജന്മമതാനോ. അല്ലേ? നമ്മളെ തരം തിരിക്കുന്നത് ഒന്നുമല്ല. അതുകൊണ്ട് പണിയെടുക്കുക, നമ്മൾ അധ്വാനിക്കുക, സ്നേഹിച്ച് ജീവിക്കാൻ കഴിയുന്നിടത്തോളം കാലം നമ്മൾ സ്നേഹിച്ച് ജീവിക്കുക. ഈ അടുത്ത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാങ് കാങ് എന്ന് പറയുന്ന ഒരു സഹോദരിക്കാണ്. അവരൊരു യുവതിയാണ്, അല്ലെങ്കിൽ യുവത്വം വിട്ട് മധ്യവയസ്സിലേക്ക് എത്തി നോക്കുന്ന ഒരു സാഹിത്യകാരിയാണ്. അവരുടെ ദി വെജിറ്റേറിയൻ എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട മാറ്റി നിർത്തിയ ഒരു ജനതയുടെ നേരെ തിരിച്ചു പിടിച്ചിരുന്ന ഒരു മനോഹരമായ ടോർച്ചായിരുന്നു അവരുടെ തൂലിക. അതുകൊണ്ട് ഇരുട്ടിൽ തപ്പിത്തടയുന്ന, ബിഹൈൻഡ് ദി കർട്ടൻ, തിരശീലയുടെ അപ്പുറത്ത് നരകയാതന സഹിച്ചുകൊണ്ടിരിക്കുന്ന, അബ്രപാളിയിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരു ജനതയുടെ ജീവിതത്തെ തൂലിക ചലിപ്പിച്ച് ഒരു ആവിഷ്കാരം പോലെ ഹാങ് കാങ് എന്ന് പറയുന്ന ദക്ഷിണ കൊറിയയിലെ എഴുത്തുകാരി ലോകത്തിന്റെ അബ്രപാളികളിലേക്ക് ആ ഓരോ അക്ഷരങ്ങൾക്കും നിറം പകർന്ന് പ്രത്യക്ഷപ്പെടുത്തിയപ്പോ അവരെ നോബൽ പ്രൈസ് തേടി വരികയുണ്ടായി. അതിൽ മുഴുവൻ അവശത അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ ജീവിതത്തിന്റെ ഛായാചിത്രങ്ങളെയാണ് മനുഷ്യന്റെ മുമ്പിലേക്ക് വളരെ രമ്യതയോടുകൂടെ പരാവർത്തനം നടത്തുന്നത് അവര്. അപ്പൊ നമുക്ക് അതിലൊക്കെ ഒരു പരിഹാര മാർഗങ്ങളുണ്ട്. ഈ പ്രകൃതിയിൽ നിന്ന് പച്ചപ്പ് നീങ്ങിപ്പോകുന്ന ഒരു കാലമാണ്. മനുഷ്യന്റെ ചുണ്ടിൽ നിന്ന് പുഞ്ചിരി നീങ്ങിപ്പോകുന്ന ഒരു കാലമാണ്. എന്റെയും നിങ്ങളുടെയൊക്കെ കണ്ണുകളിൽ നിന്ന് പശിമ നീങ്ങിപ്പോകുന്ന ഒരു കാലമാണ്. നമ്മുടെയൊക്കെ ഇത്ര പോകുന്ന ഹൃദയത്തിൽ നിന്ന് ആർദ്രത നീങ്ങിപ്പോകുന്ന ഒരു കാലമാണ്. അങ്ങനെ നമ്മളൊരു സ്റ്റാച്യു പോലെ, ഒരു മനുഷ്യന്റെ പ്രതിരൂപം പോലെ, ഒരു കല്ലിൽ കൊത്തിവെക്കപ്പെട്ട ശിലാരൂപം പോലെ നമ്മൾ അങ്ങനെ ജീവിക്കുന്നു. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന മാത്രയിൽ നമ്മൾ അങ്ങനെ ജീവിക്കുന്നു. അവിടെയാണ് ആധ്യാത്മികതയുടെ കിരണങ്ങൾ അന്തരാളത്തിലേക്ക് ഇങ്ങനെ ഓളം പോലെ ഒഴുകിയെത്തുമ്പോ ഒരു ചിരി പ്രത്യക്ഷപ്പെടാൻ. എന്റെ അകത്ത് ഈ ദീപത്തിന്റെ ഒരു പ്രകാശം എത്തിയപ്പോഴാണ് മുഖത്ത് ഒരു പുഞ്ചിരിയാകുന്ന ദീപം ജ്വലിച്ചത്. അപ്പൊ അകത്തെ ദീപമാണ് പുറത്തെ ദീപം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകണം. ഈ അടുത്ത് ഞാൻ ഒരു 16 വയസ്സുകാരനായ
ഒരു കുമാരന്റെ, ഒരു കൗമാരക്കാരന്റെ ഒരു കവിത ഫേസ്ബുക്കിലൂടെ പ്രത്യക്ഷപ്പെട്ട ഒരു കവിത വായിക്കാൻ ഇടയായി. അവൻ ഇങ്ങനെ പറയാതെ പറഞ്ഞു പോവാൻ, പള്ളിക്കാടിനടുത്താണ് എൻ്റെ വീട്. ഒരു മുസ്ലിം കുട്ടിയാണവൻ, അതുകൊണ്ട് പള്ളിക്കാട് എന്നവൻ പറഞ്ഞു. പള്ളിക്കാടിനടുത്താണ് എൻ്റെ വീട്. അപ്പൊ അവന്റെ വീട് ഒരു ഖബർസ്ഥാനിന്റെ, ശ്മശാനത്തിന്റെ, സെമിത്തേരിയുടെ ഒരു പാർശ്വഭാഗത്താണ്. ആ വീട്ടിലെ ഡൈനിങ് ഹാളിൽ നിന്ന് അവന്റെ ജാലകപ്പാളി ഒന്ന് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ മരിച്ചു പോകുന്നവരെയും കാണാൻ അവന് കഴിയുന്നതാണ്. അതാണ് അവന്റെ കവിതയുടെ ഇതിവൃത്തം. പള്ളിക്കാടിനടുത്താണ് എൻ്റെ വീട്, ദിവസവും പല ഖബറുകൾ അവിടേക്ക് വിരുന്നു വരും. ഓരോ മരിച്ച ആളുകളെ, ഭൗതിക ശരീരങ്ങളെ ബന്ധുമിത്രാദികൾ കൊണ്ടുവരും എന്നല്ല അവൻ പ്രയോഗിച്ചത്. ഓരോ ദിവസവും അവിടേക്ക് പല ഖബറുകൾ വിരുന്നു വരും. വൃദ്ധന്റേത്, കുട്ടിയുടേത്, പുരുഷന്റേത്, സ്ത്രീയുടേത്, പണ്ഡിതന്റേത്, പാമരന്റേത്, ഉന്നതന്റേത്, അധസ്ഥിതന്റേത്, അവർണന്റേത്, സ്വവർണന്റേത്, സവർണന്റേത്. ഒടുക്കം ഒരു ദിവസം അവിടേക്ക് ഒരു ഖബർ വിരുന്നു വന്നു. ഒരു ദിവസം അവിടേക്ക് ഒരു ഖബർ വിരുന്നു വന്നു. പക്ഷേ ആ ഖബറു കാണാൻ ഞാൻ മാത്രമില്ലായിരുന്നു. അങ്ങനെയാണ് ആ കവിത അവസാനിക്കുന്നത്. ആ കവിത വായിച്ച ആൾക്ക് അറിയാതെ ബോധ്യപ്പെടുകയാണ്, അന്ന് മരിച്ചത് അവനാണ്. ആര്? ഈ 16-കാരനാണ് അന്ന് മരിച്ചത്. അതാണ് അവൻ പറയാതെ പറയുന്നത്. ഞാനാണെന്ന് മരിച്ചത് എന്നാണ് ആ കുട്ടി പറയാതെ പറയുന്നത്. അവന്റെ സമപ്രായക്കാരായ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന സമാന ചിന്താഗതിക്കാരും സമപ്രായക്കാരുമായിരിക്കുന്ന കുട്ടികൾക്ക് ആ 16-കാരൻ നൽകിയ ഒരു ശക്തമായ ബോധമുണ്ട്. എന്താണ്? ജീവിക്കുന്ന കാലത്ത് പരസഹായിയായി ജീവിക്കുകയും മരിച്ചു കഴിഞ്ഞാലും വീണ്ടും ജീവിക്കുകയും ചെയ്യുക, അല്ലേ? ചില ആളുകൾ അങ്ങനെയാണ്. ജീവിച്ചുകൊണ്ടിരിക്കെ തന്നെ അവർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. മറ്റു ചില ആളുകൾ നമുക്കിടയിൽ വേറെ രീതിയിലാണ്. അതെങ്ങനെയാണ്? മരിച്ചു കഴിഞ്ഞാലും അവർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടാകും. രണ്ട് രൂപമാണ് മനുഷ്യർ. ജീവിച്ചുകൊണ്ടിരിക്കെ മരിക്കുന്നവരുണ്ട്, അവരെവിടെയും പ്രത്യക്ഷപ്പെടൂല. ഒരു പൊതുരംഗത്ത് അവരുണ്ടാകൂല, ഒരു ചാരിറ്റിയിൽ അവരുണ്ടാകൂല, ഒരു കിഡ്നി രോഗി ഡയാലിസിസ് ചെയ്യുന്ന വാർത്ത അവർ അറിഞ്ഞിട്ടുണ്ടാകൂല, ഒരു ഭക്ഷണത്തിന്റെ കിറ്റ് കൊടുക്കുന്നിടത്ത് അവരുടെ വിയർപ്പിന്റെ ഒരു കണികയുടെ ലാഞ്ചന പോലും കുടികൊള്ളുന്നുണ്ടാകില്ല. അങ്ങനെ ജീവിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞ ജന്മങ്ങൾ ഇവിടെയുണ്ട്. എന്നാലോ മരിച്ചു കഴിഞ്ഞിട്ടും ജീവിക്കുന്നവരുണ്ട്. രത്തൻ ടാറ്റ, അദ്ദേഹം ഒരു പാഴ്സി മതക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മതത്തിന്റെ അളവുകോലിലോ അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ പ്രത്യയശാസ്ത്ര വിശ്വാസധാരയുടെ അളവുകോലിലോ അല്ല ഇന്ന് 135 കോടിയിൽ പരം വരുന്ന ഭാരതീയനും അതിന്റെ അപ്പുറം വരുന്ന ലോകത്തെ മറ്റുള്ള മനസാക്ഷിയുള്ള മനുഷ്യരും അദ്ദേഹത്തെ വായിക്കുന്നത്. ഹു ഈസ് രത്തൻ ടാറ്റ? ആരായിരുന്നു അദ്ദേഹം എന്ന് വായിക്കാൻ, അല്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ മുംബൈ നഗരത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു അച്ഛൻ ബൈക്ക് ഓടിക്കുന്നു, നടുവില് കൊച്ചു കിടാവിരിക്കുന്നു, പിന്നില് അദ്ദേഹത്തിന്റെ ഭാര്യ, ഈ കിടാവിന്റെ അമ്മ ഇരിക്കുന്നു. വെയിലത്ത് വിയർത്തൊലിച്ചിട്ട് മുംബൈയുടെ ഒരു നഗരവീതിയിലൂടെ അവർ പോകുമ്പോ നടന്നു പോകുന്ന രത്തൻ ടാറ്റ പറയാണ് കൂടെയുള്ള ഒരാളോട്, ഈ പാഴ് സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്നവർക്കും നമുക്ക് അവരുടെ സ്വപ്നങ്ങളെ ഒന്ന് നെയ്ത് കൊടുക്കണ്ടേ? അദ്ദേഹം പിന്നെ റൂമിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ എഞ്ചിനീയറെ വിളിച്ചിട്ട് പറയാണ്, പാവപ്പെട്ടവന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വെയിൽ കൊള്ളാത്ത, മഴ കൊള്ളാത്ത ഒരു കാറ്, ഒരു കൊച്ചു വാഹനം നമുക്ക് എന്തുകൊണ്ട് യാഥാർത്ഥ്യമാക്കിക്കൂടാ? ആ സ്വപ്നത്തിൽ നിന്ന് പറഞ്ഞതാണ് ഗിന്നസ് റെക്കോർഡിലേക്ക് കടന്നുപോയ അന്നത്തെ 1 ലക്ഷം രൂപയുടെ നാനോ കാർ എന്ന് പറയുന്നത്. അദ്ദേഹം പേരെടുക്കാൻ വേണ്ടി ചെയ്തല്ല, പിന്നെ അരുപറ്റി നിൽക്കുന്ന ജന്മങ്ങളെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ആർദ്രതയുടെ കണികയാണ് ആ വാഹനത്തിന്റെ ഇന്ധനം എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അങ്ങനെ എന്തൊക്കെ സ്വപ്നങ്ങൾ. അമേരിക്കയിൽ അദ്ദേഹത്തിന് റെസ്റ്റോറന്റ് ഉണ്ട്. ഒരു ദിവസം അദ്ദേഹം അമേരിക്കയിൽ പോയി തന്റെ സ്വന്തം പേരിലുള്ള റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോ അമേരിക്കക്കാരായിരിക്കുന്ന ആ ഹോട്ടലിലെ ജീവനക്കാർക്ക് സാക്ഷാൽ മുതലാളിയാണ് ഭക്ഷണത്തിന് വേണ്ടി വന്നു കയറിയത് എന്നറിയില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സെക്രട്ടറി ഹോട്ടലിലെ ജീവനക്കാരോട് ഇത് മുതലാളിയാണ് എന്ന് പരിചയപ്പെടുത്താൻ എണീറ്റ് നിൽക്കുമ്പോ സാഹസപ്പെട്ട് അദ്ദേഹത്തിന്റെ കരം ഗ്രഹിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കാൻ രത്തൻ ടാറ്റ ആജ്ഞാപിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനാണെന്ന് പറയരുത്. അപ്പൊ അവർക്ക് എന്നെ വിരുന്നൂട്ടുമ്പോ മനസാക്ഷി കുത്തുണ്ടാകും. സൂക്ഷ്മതയോടുകൂടെ അവർ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോ അവർക്ക് അതിൽ എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടാകും. വേണ്ട, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാ. തടയാണ് അദ്ദേഹം. 3 ദിവസമാണ് അദ്ദേഹം ആ ഹോട്ടലിൽ പോയിട്ട് ഭോജനം ഭുജിച്ചിട്ട് ആത്മനിർവൃതിയോടുകൂടെ തിരിച്ചു വന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ജീവനക്കാർക്ക് ഇത് ബോധ്യപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതത്തിന്റെ ഓരോ അളവിലും, അല്ലെ, ശന്തനു നായിഡു എന്ന് പറയുന്ന ഒരു 20 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ മെയിലയക്കുക ഡൽഹിയിൽ നിന്ന് രത്തൻ ടാറ്റക്ക്. തെരുവ് ജീവികൾ, നായയും പട്ടിയും പൂച്ചയുമാകുന്ന തെരുവ് ജീവികൾക്ക് ഭക്ഷണമില്ലാതെ വിശന്നിട്ട്
ശരീരത്തിൽ വ്രണം ബാധിച്ചിട്ട് അവയെ ശുശ്രൂഷിക്കാനോ പരിചരിക്കാനോ സംരക്ഷിക്കാനോ ഇവിടെ ഒരു സംവിധാനമില്ല. അതുകൊണ്ട് എനിക്കതൊന്ന് തുടക്കം കുറിക്കണം എന്ന് താല്പര്യമുണ്ട് എന്ന് 20 വയസ്സുള്ള ഒരു ശന്തനു നായിഡു മെയിൽ അയക്കുമ്പോ ആ മെയിൽ സ്വീകരിച്ച രത്തൻ ടാറ്റ അടുത്ത ദിവസം ശന്തനു നായിഡുവിനോട് മുംബൈയിൽ എത്താൻ ആജ്ഞാപിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ആ കുട്ടി എത്തുന്നു. എത്തിയ മുറക്ക് അവന്റെ കാര്യങ്ങൾ അദ്ദേഹം സശ്രദ്ധം ഗ്രഹിക്കുന്നു. അത് ഗ്രാഹ്യമാണ്, അത് ഗ്രഹിക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെടുമ്പോ അവനെ സ്വന്തം പേഴ്സണൽ സ്റ്റാഫുകളുടെ കൂട്ടത്തിലേക്ക് അദ്ദേഹം ആസനസ്ഥനാക്കുന്നു, ആരൂഢനാക്കുന്നു. ഇന്ന് 30 വയസ്സാണ് ശന്തനു നായിഡുവിന്. അവന്റെ ഓരോ റീൽസും ഞാൻ യൂട്യൂബിലൂടെ അങ്ങനെ ശ്രദ്ധിച്ചപ്പോ എല്ലാം കണ്ടന്റുള്ള വർത്തമാനങ്ങളാണ്, എല്ലാം അങ്ങനെയാണ്, കരുതലുള്ള വർത്തമാനങ്ങളാണ്. ഒരു മനുഷ്യന്റെ അരുപറ്റി നിന്നപ്പോ കിട്ടിയതാണ്. അദ്ദേഹം അങ്ങനെ മരിച്ചു പോവാൻ. സ്വന്തം സമ്പത്തിന്റെ 60% പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്ര നാരായണന്മാർക്ക് വേണ്ടി മരിക്കുന്നതിന്റെ മുൻപ് തന്നെ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ട് നക്ഷത്രങ്ങളെ പ്രണയിച്ച് മഴയെ കിനാവ് കണ്ടിട്ട് മൗനിയായിട്ട് മന്ദസ്മിതം തൂകി നടന്നുപോയൊരു മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇന്നും എൻ്റെ ഈ വാക്കിലൂടെ ഈ സദസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരശതം വാക്കുകളിലൂടെ പരസഹസ്രം സദസ്സുകളിൽ അദ്ദേഹം ഇപ്പോഴും ചിരഞ്ജീവിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? മനുഷ്യന്റെ കർമ്മങ്ങളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉറുദു കവിതയുടെ സാരം. അമൽ സേ ജിന്ദഗി ബൻതി ഹേ. നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ജീവിതമാക്കുന്നത്. എനിക്കും നിങ്ങൾക്കും സ്വർഗം നൽകുന്നത് നമ്മുടെ നല്ല നിഷ്കളങ്ക മനോഭാവത്തോടെ, നല്ല നീയത്തോടുകൂടെയുള്ള സ്വാലിഹായ അമലുകളാണ്, നല്ല കർമ്മങ്ങളാണ്. അതാണ് സച്ചരിതമായ കർമ്മങ്ങൾ. അറബി ഭാഷയിൽ പറയുന്ന വാക്കിന്റെ അർത്ഥം അതാണ്, സച്ചരിതമായ കർമ്മങ്ങൾ. അപ്പൊ സമ്പത്തിനെ അങ്ങനെയും വിനിമയം ചെയ്യാമെന്ന് മുംബൈയുടെ നടുത്തട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ നമ്മളെ ബോധ്യപ്പെടുത്താൻ. എന്നാൽ അതേ മുംബൈയിലാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വീടിന്റെ ഉടമയായ മുകേഷ് അംബാനി തന്റെ മകനായ ആനന്ദിന്റെയും രാധിക മർച്ചന്റിന്റെയും കല്യാണം നടത്തിയത്, അല്ലേ? 200 പ്രൈവറ്റ് ജെറ്റ് വിമാനങ്ങളാണ് സ്വന്തം മകന്റെ കല്യാണത്തിന് വേണ്ടി ഒരു മുതലാളി വാടകക്കെടുത്തത്. 200 ജെറ്റ് വിമാനങ്ങൾ വാടകക്കെടുക്കണമെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് അവരുടെ തറവാട് കുടുംബ നാടായിരിക്കുന്ന ഗുജറാത്തിലെ ജാംനഗറിൽ വെച്ച് ഒരു പ്രീ വെഡിങ് മാരിറ്റൽ ഫംഗ്ഷൻ നടക്കുക. അതിന് 1200 കോടി രൂപ ചെലവായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുംബൈയിലേക്ക് തിരിച്ചു വരാൻ മുംബൈയിലെ ബാന്ദ്രയിലെ കുർളയിലെ ജിയോ വേൾഡ് സെന്ററിൽ വെച്ച് നടന്നിട്ട് വലിയൊരു കല്യാണത്തിന്റെ പ്രീ വെഡിങ് മഹാമഹം നടക്കുക. ആരാ അതിലേക്ക് പാട്ടുപാടാൻ വരുന്നത്? ലോക പോപ്പ് സംഗീതജ്ഞയായ റിഹാനയാണ്. റിഹാന 40 മിനിറ്റ് പാട്ടുപാടിയതിന് 46 കോടി രൂപയാണ് വാങ്ങിക്കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറ്റലിയിലേക്ക് പോവാൻ, ഇറ്റലിയിൽ പറക്കുന്ന ഒരു പാരഡൈസ് പോലെയുള്ള ഒരു കപ്പലുണ്ട്. ആ മനോഹരമായ കപ്പലിന്റെ അടുത്ത പരിപാടി നടക്കാൻ കാറ്റി പെറിയാണ് കടന്നു വരുന്നത്. ആരാ കാറ്റി പെറി? എന്റെ പ്രിയപ്പെട്ടവരെ, ചർച്ചുകളിൽ നിന്ന് ഗാനം തുടങ്ങിയിട്ട് ഇന്ന് ലോകത്ത് കോടികൾ വില പറയുന്ന സംഗീതജ്ഞയാണ്, അമേരിക്കക്കാരിയാണ് കാറ്റി പെറി. കാറ്റി പെറിക്ക് 48 കോടി രൂപയാണ് കൊടുത്തത്. ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ മുംബൈയിലേക്ക് വരികയാണ്. ജിയോ വേൾഡ് സെന്ററിൽ വെച്ചിട്ട് സംഗീത ഉത്സവ് എന്ന് പറയുന്ന ഒരു പരിപാടി വേറെ നടക്കുകയാണ്. ആരാ വന്നത്? ജസ്റ്റിൻ ബീബർ എന്ന് പറയുന്ന ലോകത്തെ യുവത്വത്തിന്റെ സിരകളിലൂടെ ത്രസിച്ചു കൊണ്ടിരിക്കുന്ന ആവേശം, അവനാ വന്നത്. എന്താ ജസ്റ്റിൻ ബീബർ 42 മിനിറ്റ് പാട്ടുപാടിയതിന് ജസ്റ്റിൻ ബീബറിന്റെ അക്കൗണ്ടിലേക്ക് അംബാനിക്ക് കൊടുക്കേണ്ടി വന്നത് 87 കോടി രൂപയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അത് കഴിഞ്ഞ് പിന്നെന്താ ഉണ്ടാകുന്നത്? പിന്നെ മംഗൾ ഉത്സവാണ്. മംഗൾ ഉത്സവ് അല്ലേ? അമീർ ഖാനും പിന്നെ സൽമാൻ ഖാനും ഷാറൂഖ് ഖാൻ അടക്കമുള്ള ലോകത്തെ ബോളിവുഡിലെ താരരാജാക്കന്മാർ പങ്കെടുക്കുന്നു. ഒരാൾക്ക് 20 കോടി രൂപയുടെ വാച്ചാണ് അംബാനി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ കുടുംബം കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി, രാജ്യത്ത് ജീവിക്കുന്ന പരശതം വരുന്ന ദരിദ്ര നാരായണന്റെ വറച്ചട്ടിയിലേക്ക് ഈ നയാ പൈസയുടെ തുട്ട് നാണയങ്ങളുടെ ഒരു അംശം എത്തുന്നില്ല. ഈ 2 ദർശനങ്ങളും ഞാനും നിങ്ങളും ഈ വർഷം തന്നെ കണ്ടത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ്, നമ്മുടെ മുംബൈ എന്ന് പറയുന്ന നഗരത്തിന്റെ അകത്താണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, വ്യാപന്ന മധു കഴുകനെന്നും കപോതമെന്നും ജീവിക്കുന്നത് ചില അടയാളപ്പെടുത്തലുകൾക്ക് വേണ്ടിയാണ്. പ്രധാനമന്ത്രിയുടെ 3 ആഴ്ച മുമ്പുണ്ടായിരുന്ന മൻ കി ബാത്ത് എന്ന് പറയുന്ന റേഡിയോ തത്സമയ സംപ്രേഷണ പ്രഭാഷണത്തിൽ നമ്മുടെ മലയാളിയായ ഒരു മനുഷ്യനെ പരാമർശിക്കുകയുണ്ടായി. എൻ്റെ അയൽ ജില്ലക്കാരനായ കോഴിക്കോട്ട് ഒളവണ്ണ സ്വദേശിയായ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്റെ മൻ കി ബാത്തിൽ പരാമർശിച്ചത്. 70 വയസ്സുള്ള സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഒളവണ്ണ സ്വദേശിയായ മനുഷ്യൻ. എന്താ അദ്ദേഹം പരാമൃഷ്ടനാവാൻ കാരണമെന്ന് അദ്ദേഹത്തിന്റെ നാട്ടുകാരായ സംസ്ഥാനക്കാരായ
ഞാനും നിങ്ങളും ആലോചിക്കുന്നതും അന്വേഷിക്കുന്നതും ആ വിഷയകമായിട്ടുള്ള ഗവേഷണം നടത്തുന്നതും അങ്ങനെ ഒരു തത്സമയ സംപ്രേഷണ സമ്പ്രദായം പ്രത്യക്ഷപ്പെട്ട് അതിലൂടെ അദ്ദേഹത്തിന്റെ പേര് മുഴങ്ങിക്കേട്ടപ്പോഴാണ്. അപ്പൊ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചരിത്രം? കോഴിക്കോട് ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും മനുഷ്യൻ ഉപയോഗിച്ച് ടോട്ടൽ ലോസ് ആയിട്ട് കട്ടപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ മരക്കട്ടിലുകൾ, കസേരകളൊക്കെ തന്നെ അദ്ദേഹം വീണ്ടും കൊണ്ടുവന്നിട്ട് റീസൈക്കിൾ ചെയ്ത് അതിന്റെ ഊടും പാവും ഒക്കെ നെയ്തെടുത്തിട്ട് അത് പോളിഷ് ചെയ്ത് അത് ഉപയോഗശൂന്യമായ വസ്തുക്കളെ വീണ്ടും ഉപയോഗപ്രദമാക്കി മാറ്റി. അങ്ങനെ എത്ര 24,000 ഫർണിച്ചറുകളെ ഈ കണ്ട പുരുഷായുസിൽ ഒളവണ്ണയിലെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വീണ്ടും നിർമ്മിച്ചെടുക്കുകയാണ്. വേസ്റ്റായിട്ട് വലിച്ചെറിയേണ്ട സാധനങ്ങളെ വീണ്ടും റീയൂസ് ചെയ്യാനും അത് വളരെ, അല്ലെങ്കിൽ തന്നെ പറയാറുണ്ട് പഴഞ്ചൻ പരിഷ്കാരാവും എന്നൊക്കെ. വലിയ വലിയ കുടിയിരിക്കുന്ന ഹൗസ് വാമിംഗ് ചടങ്ങുകൾ നടക്കുന്ന മണിമന്ദിരങ്ങളെ പോലെ തോന്നിക്കുന്ന അലങ്കൃതങ്ങളായിരിക്കുന്ന പുതിയ ഭവനങ്ങളുടെ സിറ്റ് ഔട്ടുകളിലൊക്കെ തന്നെ സ്ഥാനം പിടിച്ച മനോഹരമായിരിക്കുന്ന സിംഹാസനങ്ങളെ പോലെ തോന്നിക്കുന്ന കസേരകൾ, ഇരിപ്പിടങ്ങളൊക്കെ പഴയ ആകൃതിയിലാണ്, പഴയ പകിട്ടിലാണ്, പ്രാചീന ശൈലിയിലാണ്. അതുകൊണ്ടാണ് പഴഞ്ചൻ പരിഷ്കാരം എന്ന് പറയുന്നത്. അതൊരു പരിഷ്കാരാക്കി കൊടുക്കാൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് സാധ്യമായി. അതൊരടയാളപ്പെടുത്തലാണ്. ഒരാഴ്ച മുമ്പ് പ്രത്യക്ഷപ്പെട്ട മലയാള മനോരമയുടെ പത്രത്തില് എൻ്റെ അരീക്കോട്, മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശിയായ ഒരു 15 വയസ്സുള്ള ഫാരിസ് അബൂബക്കർ എന്ന് പറയുന്ന ഒരു കുട്ടിയെ പറ്റിയിട്ടുള്ള ഒരു പെട്ടിക്കോളം വാർത്തയുണ്ടായിരുന്നു. 16-15 വയസ്സുള്ള ഒരു കുട്ടി. അവൻ എന്താ ചെയ്തത്? അവന്റെ മനസ്സിൽ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ തോന്നിയൊരു ബോധം, എൻ്റെ നാട്ടിലൂടെ, എൻ്റെ നാടിന്റെ ഇടവഴികളിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെ ചവച്ചു തുപ്പിയ മിഠായിയുടെ കവർ അങ്ങനെ അപ്പാടെ വലിച്ചെറിയാൻ, അവരെ പൊളിത്തീൻ കവറുകൾ, ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ അങ്ങനെ ഇടാൻ. ജനങ്ങൾക്കൊരു ബോധോദയം ഉണ്ടാകണം. അതിനൊരാൾ ശ്രമിച്ചാലേ നടക്കുള്ളൂ. പണിയെടുത്ത് കാണിച്ചു കൊടുത്താൽ ദൃസാക്ഷികളാകുന്നവരുടെ മനസ്സിലെങ്കിലും ഒരു ആന്തോളനവും ഒരു മനസ്സാന്തരവും ജനിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു കടാക്ഷമാണ് എന്ന് വിശ്വസിച്ച് ആ കുട്ടി എന്ത് ചെയ്തു? ഒരു 10-15 ചാക്കുകൾ, പഞ്ചായത്തിലെ ഹരിത കർമ്മസേന ഉണ്ടല്ലോ, ആ സ്ത്രീകളെ പോയി സമീപിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് ഒഴിഞ്ഞ ചാക്കുകൾ തരണം, എനിക്കൊരു പണിയുണ്ട്. എന്നിട്ട് അവന് കൊടുത്തു. അവൻ എന്ത് ചെയ്തു? അവന്റെ നാട്ടിന്റെ ഇട്ടാവട്ടത്തുള്ള ഒന്നിടവിട്ട അല്ലെങ്കിൽ കുറച്ച് ഇടവിട്ട ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ ആൾക്ക് എത്തുന്ന രീതിയിൽ അത് കെട്ടിവെച്ചു. അതിൻ്റെ കൂടെ തന്നെ ഒരു എഴുത്തും, മാലിന്യങ്ങൾ, വേസ്റ്റുകളൊക്കെ ഇതിനകത്ത് നിക്ഷേപിക്കുക. അങ്ങനെ അവൻ ദൈനംദിനം നടക്കുകയാണ്. അവൻ കെട്ടിവെച്ച ഈ 10-20 ചാക്കുകൾക്കിടയിലൂടെ ദിവാനിശം അവൻ നടക്കുകയാണ്. അശ്രാന്ത പരിശ്രമം നടത്തിയിട്ട് അവൻ നടക്കുകയാണ്. കാണുന്നവരോടൊക്കെ പറയാൻ, ചാക്കിങ്ങനെ നിറഞ്ഞപ്പോ ആ പാതി വഴിയിൽ പിന്നെ മിഠായിയുടെ കവറിട്ട കുട്ടിക്ക് തന്നെ ഒരു ബോധോദയം, പിന്നെ എന്തിനാ ഇവിടെ ചാക്ക് വെച്ചത്? ഈ ചാക്ക് എങ്ങനെയാ നിറഞ്ഞത്? ആരൊക്കെ കൊണ്ടുപോയിട്ടല്ലേ? അപ്പൊ വേസ്റ്റ് ഇടാൻ ഒരു കൃത്യമായ സ്ഥലമുണ്ട് എന്ന് ബോധവൽക്കരിക്കലായിരുന്നു അവന്റെ ലക്ഷ്യം. യുവാക്കൾ ഇറങ്ങി, വൃദ്ധരിറങ്ങി, ശിശുക്കൾ ഇറങ്ങി, ബാലന്മാർ ഇറങ്ങി. 2 ദിവസം കൊണ്ട് ഈ ചാക്കുകൾ മുഴുവൻ നിറഞ്ഞു. 10-20 ചാക്കുകൾ 2-3 ദിവസം കൊണ്ട് നിറഞ്ഞപ്പോ അവൻ ബോധ്യപ്പെടുത്തിയത് എന്തൊക്കെ സന്ദേശങ്ങളാണ്? 2-3 ദിവസം കൊണ്ട് 20 ചാക്ക് നിറയാനുള്ള മാലിന്യം ഈ നാട്ടിലുണ്ട് എന്ന ആദ്യത്തെ സന്ദേശം. രണ്ടാമത്തേതോ, ഈ മാലിന്യങ്ങളൊന്നും പൊതുനിരത്തിലേക്ക് വലിച്ചെറിയാനുള്ളതല്ല എന്ന മറ്റൊരു സന്ദേശം. മൂന്നാമത്തേതോ, അത് അതിലേറെ കടുകട്ടിയുള്ള സന്ദേശമാണ്. ചിന്തിക്കുന്നവരുടെ നെഞ്ചിടത്തിലേക്ക് നീട്ടിപ്പിടിച്ച ഇരട്ടക്കുഴൽ തോക്ക് പോലെയുള്ള സന്ദേശം. അതേതാണ്? നിങ്ങളെപ്പോലൊരു 16 വയസ്സുള്ള കുട്ടിയാണ് ഞാനും, നമുക്കൊക്കെ വേണം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെ? അങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ ഒരു നാടിന്റെ മുറ്റത്ത് കൽമഷം കലരാതെ, ആർക്കും യാതൊരു രീതിയിലുള്ള ശത്രുത മനോഭാവമോ വൈമനസ്യമോ ആ രുചിരകതയോ നീരസമോ അനിഷ്ടമോ ആരുടേതിൽ നിന്നും സമ്പാദിക്കാതെ മൊഞ്ചോടുകൂടെ അവൻ നിർവഹിച്ച ഒരു ചാരു ചിത്രം. അതിന്ന് അൽഷിമേഴ്സ് വന്നാലും നമ്മളാരും മറക്കൂല. എന്തുകൊണ്ടാണ്? അതൊരു പണിയാണ്. ലോകത്ത് അവൻ നിർവഹിച്ച ഒരു പണിയാണ്. അങ്ങനെ ഗൃഹാതുരമായ ഓർമ്മകളെയൊക്കെ തന്നെ പൊടി തട്ടി കൊണ്ടുവന്ന് നമ്മൾ ജീവിക്കുന്ന കാലത്തോളം മറ്റുള്ളവരെ കൂടി ജീവിക്കാൻ പ്രേരിപ്പിച്ചു മരിച്ചു കഴിഞ്ഞാലും അവരിലൂടെ നമ്മൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. ഇല്ലെങ്കിലോ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കും. ഇതിൽ രണ്ടിലും അർത്ഥതലങ്ങൾ വളരെ വ്യതിരിക്തമാണ് എന്നർത്ഥം. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം, ഇതൊരു ആണയിട്ട വർത്തമാനമാകണം എന്ന നിഷ്കർഷത നിങ്ങളുടെ മുമ്പിൽ ഈ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സത്വബോധം എന്നെ നിർബന്ധിപ്പിക്കുന്നതുകൊണ്ടാണ്, എന്നെ പ്രേരിപ്പിക്കുന്നതുകൊണ്ടാണ്.